അതൊരു ചാനലിനെയും വേട്ടയാടുന്നതിന് ഞാൻ അംഗീകരിക്കുന്നില്ല. ചാനലിന്റെ സ്വാതന്ത്ര്യമുണ്ട്. അവരിപ്പോൾ ഏതാണ്ട് കൈരളി ചാനലിനേക്കാൾ കൂടുതൽ CPM ആയി അവർ പ്രവർത്തിക്കണം. അവർക്ക് അവരുടെ അവകാശമാണ്. കാണേണ്ടവർക്ക് കാണാം, കാണാത്തവർക്ക് കാണണ്ട. അത് നമ്മുടെ ഇഷ്ടമാണ്. അവരുടെ രാഷ്ട്രീയം അവർക്കുള്ളതാണ്. ആൻഡ്രോ അഗസ്റ്റിനും അല്ലെങ്കിൽ അഗസ്റ്റിൻ സഹോദരന്മാരും കുറ്റം അവർക്കെതിരെ ശിക്ഷ നടപടി സ്വീകരിച്ചാൽ ക്രിമിനൽ കേസിൽ സ്വീകരിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ മരമുറി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം വന്നൊരു കാര്യത്തിന് ആണല്ലോ ചാനൽ. അതുകൊണ്ട് മരമുറി കേസിൽ കേസെടുത്താൽ അത് പറയാൻ പറ്റില്ല. ഇവര് ഇത്രയും കാലം പുറത്തു നിർത്തിയിരുന്ന പ്രശാന്ത് ബ്രോ ആണല്ലോ ഇപ്പോൾ സെക്രട്ടറി സ്പോർട്സിന്റെ. അദ്ദേഹം അന്വേഷിച്ച ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് ഇപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നത്. കൊച്ചിയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഒരു നിബന്ധനകളുമില്ലാതെ ഈ റിപ്പോർട്ടർ ചാനലിന്റെ MD കൈവശപ്പെടുന്നു. എങ്ങനെയാണ് GCDAയുടെ കീഴിലുള്ള കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട സ്റ്റേഡിയം ഒരാൾക്ക് ഇങ്ങനെ അങ്ങ് ദാനം കൊടുക്കുന്നത്? നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പൊക്കെ LDF എന്തായാലും അധികാരത്തിൽ വരുമെന്ന് ആൻഡ്രോ അഗസ്റ്റിൻ എന്ന രാഷ്ട്രീയ നിരീക്ഷക വിദഗ്ധൻ, പൊളിറ്റിക്കൽ അനലിസ്റ്റ് ആണല്ലോ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം അതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ട് പിണറായി സ്തുതി പാടിക്കൊണ്ടിരുന്നു. UDF സതീശൻ നുണയനാന്ന് പറഞ്ഞു. അതൊക്കെ പോട്ടെ, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇത് പീഡനമാണ്, ഞങ്ങളുടെ ചാനലിനെ എതിർക്കുകയാണ്. സതീശൻ സർക്കാർ ഞങ്ങൾക്കാണ് 3 മാസം കൊണ്ട് ഞങ്ങളെ ഇത്രയൊക്കെ ദ്രോഹിച്ചു, ഞങ്ങൾ ഇവരെ കൊണ്ട് ഒരുപാട് തിരുത്തിച്ചു. അതൊക്കെ അവർക്ക് അവകാശവാദം പറയാം. ഒരു കുഴപ്പമില്ല, തിരുത്തിന്നാണല്ലോ പറഞ്ഞു. തെറ്റ് കാണിച്ചപ്പോൾ തിരുത്തിന്നല്ലേ, നല്ല കാര്യമല്ലേ. ഒരു പ്രാവശ്യം 10 വർഷത്തിനിടയിൽ പിണറായി സർക്കാരിനെ തിരുത്തിക്കാൻ റിപ്പോർട്ടറിന്റെ ഒരു പ്രാവശ്യവും വന്നിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കേരളത്തിലേക്ക് മെസ്സിയെ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ പറ്റിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. റിപ്പോർട്ടർ ചാനലും മന്ത്രിക്കും അന്നത്തെ മന്ത്രിമാർക്കടക്കം ഇതിൽ പങ്കുണ്ടായിരുന്നു. കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട അന്ന് തന്നെ അഴിമതി ആരോപണങ്ങളൊക്കെ മുന്നോട്ട് വന്നിരുന്നു. പിന്നീട് ഇപ്പോൾ പുതിയ സർക്കാർ വരുമ്പോൾ റിപ്പോർട്ടർ ചാനലിനെ വെട്ടിലാക്കിക്കൊണ്ട് തന്നെ മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയും വിമർശനങ്ങളും ഒക്കെ ആകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ ആൻഡ്രോ അഗസ്റ്റിൻ തന്നെ പറയുന്നു, ഒരു സർക്കാർ വന്നിട്ട് അല്ലെങ്കിൽ സതീശന്റെ സർക്കാർ വന്നിട്ട് 3 മാസം പോലും ആയില്ല, റിപ്പോർട്ടറിനെ വേട്ടയാടുകയാണെന്ന്. റിപ്പോർട്ടറിന് പൂട്ടുവീഴാൻ സമയമായോ? അല്ല, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ റിപ്പോർട്ടറിനെ ഒരു ചാനലിനെയും വേട്ടയാടാൻ പാടില്ല എന്ന് പറയുന്ന ആളാണ്. പിണറായി സർക്കാർ ഒരുപാട് യൂട്യൂബ് ചാനലുകളെയും ഒക്കെ വേട്ടയാടിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ ചെയ്യാൻ പാടില്ല. അപ്പൊ മോഡി സർക്കാരിന് സ്ഥിരമായി ആളുകളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊരു ചാനലിനെയും വേട്ടയാടുന്നതിന് ഞാൻ അംഗീകരിക്കുന്നില്ല. ചാനലിന്റെ സ്വാതന്ത്ര്യമുണ്ട്. അവരിപ്പോൾ ഏതാണ്ട് കൈരളി ചാനലിനേക്കാൾ കൂടുതൽ CPM ആയി അവർ പ്രവർത്തിക്കണം. അവർക്ക് അവരുടെ അവകാശമാണ്. കാണേണ്ടവർക്ക് കാണാം, കാണാത്തവർക്ക് കാണണ്ട. അത് നമ്മുടെ ഇഷ്ടമാണ്. അവരുടെ രാഷ്ട്രീയം അവർക്കുള്ളതാണ്. രാഷ്ട്രീയം ഇപ്പോൾ ഞാൻ ഏഷ്യാനെറ്റിന്റെ ഉടമസ്ഥൻ BJP നേതാവാണ്. പക്ഷെ ഏഷ്യാനെറ്റ് കാണുന്ന ഒരാൾക്ക് BJPയുടെ ചാനലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം വളരെ കൃത്യമായും BJP അവർ വിമർശിക്കുന്നുണ്ട്, എല്ലാവരും വിമർശിക്കുന്നുണ്ട്. സ്വതന്ത്രമായി എല്ലാവരെയും ഒരു ഈക്വിഡിസ്റ്റന്റ് ആയിട്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പ്രശ്നം റിപ്പോർട്ടർ ചാനലിന്റെ MD എന്ന നിലയ്ക്കല്ല. ആൻഡ്രോ അഗസ്റ്റിൻ റിപ്പോർട്ടർ ചാനലിന്റെ MD ആവുന്നത് എപ്പോഴാണ്? അതിന് മുമ്പുള്ള ആൻഡ്രോ അഗസ്റ്റിൻ എന്താണ്? ഇപ്പോൾ നമ്മളൊക്കെ ഏറെ ചർച്ച ചെയ്തതാണ് മുട്ടിൽ മരമുറി കേസ്. മുട്ടിൽ മരമുറി കേസ് വലിയ കൊള്ളയായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. റിപ്പോർട്ടർ ചാനൽ എന്നല്ല, ഇനിയിപ്പോൾ കേരളത്തിൽ ആരും അത് വലിയ കൊണ്ടുവന്നാലും. കാരണം നിയമം ലംഘിച്ച് മരം വെട്ടി, അതിനുവേണ്ടി നിയമം പോലും വെച്ചാൽ ഉത്തരവ് പോലും ഉണ്ടാക്കി. മരം വെട്ടിക്കഴിഞ്ഞപ്പോൾ ഉത്തരവ് പിൻവലിച്ചു. ആ മരം അവിടുന്ന് കടത്തി അത് ഇവിടെ കിഴക്കമ്പലത്ത് കൊണ്ടുവന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഇയാൾക്ക് മനസ്സിലായത്. അങ്ങനെ അയാൾ കൊടുത്ത കേസാണ്. ഏത് മരം മില്ലിൽ കൊണ്ടുവന്നപ്പോൾ മരം മില്ലുടമ കൊടുത്തൊരു കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ കേസിൽ ഇന്നലെ ആൻഡ്രോ അഗസ്റ്റിനും 2-3 പ്രതികൾ ഹാജരായത്. അതും വാറണ്ട് വന്നതിന് ശേഷം. അപ്പൊ ചുരുക്കത്തിൽ ആൻഡ്രോ അഗസ്റ്റിനും അല്ലെങ്കിൽ അഗസ്റ്റിൻ സഹോദരന്മാരും കുറ്റം അവർക്കെതിരെ ശിക്ഷ നടപടി സ്വീകരിച്ചാൽ ക്രിമിനൽ കേസിൽ സ്വീകരിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ മരമുറി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം വന്നൊരു കാര്യത്തിന് ആണല്ലോ ചാനൽ. അതുകൊണ്ട് മരമുറി കേസിൽ കേസെടുത്താൽ അത് പറയാൻ പറ്റില്ല. രണ്ടാമത് മെസ്സിയുടെ വിഷയം. ഈ അഗസ്റ്റിനും ഇതിനു മുമ്പ് ചില കേസൊക്കെ ഉണ്ട്. മാംഗോ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ ചില പരിപാടികളുണ്ട്. അതിലും ആ ക്രിമിനൽ കേസ്, തട്ടിപ്പ് കേസിൽ അദ്ദേഹം പ്രതിയാണ്. മൂന്നാമതാണ് മെസ്സിയുടെ കാര്യം വരുന്നത്. ഇപ്പൊ മെസ്സി കേരളത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ലോകകപ്പിന് മുമ്പാണ് നമ്മളിത് ചർച്ച ചെയ്തത്. അർജന്റീന ലോകകപ്പ് ജേതാക്കളാണ്. ഇത്തവണയും അർജന്റീന ഫൈനൽ വരെ വന്നു. അർജന്റീന നല്ല ടീമാണ്. മെസ്സി ലോകത്തിലെ ഏറ്റവും വലിയ കളിക്കാരിൽ, ഏറ്റവും മെച്ചപ്പെട്ട കളിക്കാരിൽ ഒരാളാണ്. ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിന് ഈ കളിയിൽ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം നല്ല കളിക്കാരനാണ്. അപ്പൊ മെസ്സി ഒന്ന് കാണുക, മെസ്സി വരിക എന്നുള്ളത് ഒരു സന്തോഷമാണ്. പക്ഷെ മെസ്സി ഹൈദരാബാദിലൊക്കെ വന്നു പോയി.
ഇവിടെ വന്നില്ല എന്നുള്ളൂ. രാഹുൽ ഗാന്ധിയും രേവന്ത് റെഡ്ഡിയൊക്കെ മെസ്സിയായിട്ട് ഫുട്ബോൾ കളിച്ചു, പക്ഷെ ഇവിടെ വന്നില്ല. പക്ഷെ ഇവിടെ വരും എന്നാണ് നമ്മൾ ഇട്ടിരുന്നത്. അപ്പോൾ അത് വരും എന്നതിന്റെ അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. മെസ്സി വരും കേട്ടോ എന്ന് മുഖ്യമന്ത്രിയെ കൊണ്ടുവരെ പറയിച്ചു. അന്നത്തെ വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന കായിക മന്ത്രി, അയാളും ഇതിൽ വലിയ തോതിൽ ഇടപെട്ടിട്ടുണ്ട്. ആൻഡോ ഗസ്റ്റിൻ മെസ്സി വരും എന്ന് പറഞ്ഞതിന് ആധികാരികമായി പറഞ്ഞ ഒരു കാര്യം, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും തമ്മിൽ ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഒപ്പിട്ടോട്ടെ, 2 കരാറുകൾക്ക് ഒപ്പിടാം. അങ്ങനെ കരാർ ഒപ്പിട്ടു പോയാൽ 126 കോടി രൂപ കൊടുത്തു. ഇപ്പൊ കേസ് വീണ്ടും വരുന്നത്, ഒന്ന് അതിന് GST അടച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പണം അടയ്ക്കണം, 18% GST അടയ്ക്കും. അത് അടച്ചിട്ടില്ല എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ മറ്റേ മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് വന്നതും അങ്ങനെയാണല്ലോ തുടക്കം, ഇൻകം ടാക്സിലെ സംഗതിയായി ബന്ധപ്പെട്ടു. അപ്പൊ എന്തായാലും ഇപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ മെസ്സി വന്നില്ലല്ലോ, അത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ഇവര് ഇത്രയും കാലം പുറത്തു നിർത്തിയിരുന്ന പ്രശാന്ത് ബ്രോ ആണല്ലോ ഇപ്പോൾ സെക്രട്ടറി സ്പോർട്സിന്റെ. അദ്ദേഹം അന്വേഷിച്ച ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് ഇപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നത്. ആ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എന്താ? ഒന്ന്, ഈ വിഷയം മന്ത്രി പറഞ്ഞ എന്താ, അവർ തമ്മിൽ കരാറുണ്ടാക്കി, എനിക്കതിൽ യാതൊരു പങ്കുമില്ല. അതെന്തോ ഉണ്ടാക്കി. ഇദ്ദേഹം സ്പെയിനിൽ പോയി കുറെ കോടി രൂപ ചെലവാക്കി, മെസ്സിയെ കണ്ടു, സംസാരിച്ചു എന്നൊക്കെയുള്ള വാദം വന്നു. പക്ഷെ ഇപ്പൊ പറഞ്ഞു, ഞാൻ മെസ്സിയെ കാണാനൊന്നുമില്ല അവിടെ പോയത്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ സംസാരിക്കാൻ എന്തിനാ സ്പെയിനിൽ പോണേന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് വേറൊരു തമാശയാണ്. ഏതായാലും അദ്ദേഹം പോയി. ഇവിടെ വന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സി പറയും. മൂന്നാമത്തെ അതിന്റെ ഭാഗം, കാശ് കൊടുത്തു എന്ന് മാത്രമല്ല, കൊച്ചിയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഒരു നിബന്ധനകളുമില്ലാതെ ഈ റിപ്പോർട്ടർ ചാനലിന്റെ MD കൈവശപ്പെടുത്തും. എങ്ങനെയാണ് GCDAയുടെ കീഴിലുള്ള കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട സ്റ്റേഡിയം ഒരാൾക്ക് ഇങ്ങനെ അങ്ങ് ദാനം കൊടുക്കുന്നത്? നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറയുന്നത്. അതിനൊരു DPR ഇല്ല, എന്താ ചെയ്യാൻ പോണേന്നില്ല. അത് കൊടുക്കാൻ ഗവൺമെന്റിന്റെ അനുമതിയില്ല. 5 കോടി രൂപയുടെ ഇളവ് അയാൾക്ക് അവിടെ കൊടുത്തു എന്ന് പറയുന്നത്. ഈ 5 കോടി രൂപയുടെ ഇളവ് കൊടുക്കണമെങ്കിൽ ഫൈനാൻസ് മിനിസ്ട്രിയുടെ മുൻകൂർ അനുമതി വേണം. അതില്ല. GCDA ചെയർമാൻ പറയുന്നു, എനിക്കറിയില്ല സ്പോൺസർക്ക് കൊടുത്തു, എനിക്കൊന്നും അറിയില്ല. GCDA ചെയർമാനായിരുന്ന ആൾ, അപ്പൊ അദ്ദേഹത്തിനും അറിയില്ല എന്താ കരാറെന്ന്. ഒരു കോൺട്രാക്ട് ഉണ്ടോ സ്റ്റേഡിയം കൈമാറാൻ? അതുമില്ല. 2 പേരും ഒന്നും ഒരാൾക്ക് കൊടുത്തു, മറ്റേ ഗുണമില്ലാന്ന് തോന്നി ഞാൻ കൊടുത്തു. അപ്പൊ സ്റ്റേഡിയം കൊടുത്ത എന്തായാലും സർക്കാർ അറിഞ്ഞിട്ടാണല്ലോ. മെസ്സി എന്ന് വരുന്നു എന്നറിയില്ല, മെസ്സി വരുമോ എന്നറിയില്ല. എന്നിട്ട് സ്റ്റേഡിയം അപ്പൊ എന്നൊക്കെ തീരണമെന്നറിയില്ല, എന്താ ചെയ്തതെന്നറിയില്ല. അവിടെയുള്ള കുറെ മരം വെട്ടിയതായിട്ട് എനിക്കറിയാം. കുറെ അവിടെ ഇവിടെയൊക്കെ ഇപ്പോഴും അവസാനം ചോരുന്നുണ്ട് സ്റ്റേഡിയം. മഴ പെയ്താലേ ചോരുള്ളൂ, അല്ലെങ്കിൽ ചോരുന്നൊന്നുമില്ല. അപ്പൊ മഴ പെയ്താൽ ചോരുന്ന ഒരു സ്റ്റേഡിയം ഉണ്ട്. അപ്പൊ എന്താണ് ഇദ്ദേഹം ഇതിനു പറ്റി ചെയ്തത് എന്നുള്ളത് ഇപ്പൊ ആർക്കും ഒരു പിടിയില്ല. എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ചെയ്തു എന്ന് പറയുന്നു. ഇങ്ങനെയാണോ ഗവൺമെന്റ് ഒരു സാധനം കൊടുക്കേണ്ടത്? അപ്പൊ ഗവൺമെന്റ് അറിഞ്ഞ് തന്നെയാണ് ഇയാളെ പ്രോത്സാഹിപ്പിച്ചത്. അതിന്റെ പ്രതിഫലമാണ് തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പൊക്കെ LDF എന്തായാലും അധികാരത്തിൽ വരുമെന്ന് ആൻഡോ ഗസ്റ്റിൻ എന്ന രാഷ്ട്രീയ നിരീക്ഷക വിദഗ്ധൻ, പൊളിറ്റിക്കൽ അനലിസ്റ്റ് ആണല്ലോ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം അതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ട് പിണറായി സ്തുതി പാടിക്കൊണ്ടിരുന്നു. UDF സതീശൻ നുണയനാന്ന് പറഞ്ഞു. അതൊക്കെ പോട്ടെ, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. ഏതായാലും തൽക്കാലം അവിടുന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഇപ്പൊ രക്ഷപ്പെടുന്നില്ല സ്റ്റേഡിയത്തിന്റെ കാര്യം. മൂന്നാമത്തെ വിഷയം, ഇപ്പൊ കരാറുണ്ടെന്നാണ് റിപ്പോർട്ടർ TV ഇപ്പൊ പറയുന്നത്. ആയിക്കോട്ടെ, കരാറുണ്ടായിക്കോട്ടെ, അതിനെന്താ പ്രശ്നം? 2 പേര് തമ്മിൽ കരാർ വയ്ക്കണതിന് ആർക്കെങ്കിലും പറ്റും. അത് ഗവൺമെന്റ് അറിഞ്ഞിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ കരാറിന്റെ കോപ്പി ഗവൺമെന്റ് ഡോക്യുമെന്റിൽ കാണണമല്ലോ. ഗവൺമെന്റ് അറിഞ്ഞൊരു കരാർ ഉണ്ടാക്കുമ്പോൾ, ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി ഉണ്ടാക്കുമ്പോൾ അതിനൊരു തീരുമാനം വേണം. മന്ത്രിസഭയുടെയോ മന്ത്രിയുടെയോ തീരുമാനം വേണം. ഇപ്പൊ സ്റ്റേഡിയം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത് മന്ത്രിയുടെ കത്തിന്റെ പുറത്താണ്. മന്ത്രിക്ക് അങ്ങനെ ഒരു കത്ത് കൊടുക്കാമോ? ഞാൻ നാളെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ കൊടുത്തേക്കാൻ റെയിൽവേ മന്ത്രി ഒരു കത്ത് കൊടുക്കുകയാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണത്തിന് എനിക്ക് CR നീലകണ്ഠന് കരാർ കൊടുക്കാൻ ഒരു കത്ത് തരികയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു കമ്പനിക്ക്. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുത്തു തെറ്റല്ലേ? അപ്പൊ മന്ത്രി അറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്നത് മന്ത്രിയുടെ ഇമെയിൽ സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മന്ത്രി അറിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇവിടെ വന്നില്ലെങ്കിൽ അത് 130 കോടി ജനങ്ങൾ, എങ്ങനെയാണ് 130 കോടി വന്നതെന്നറിയില്ല, ജനങ്ങൾക്ക് വലിയ നിരാശയുണ്ടാക്കും. അപ്പൊ ഹൈദരാബാദിലൊക്കെ മെസ്സി വന്നുപോയി, ബാക്കി 130 കോടി അവിടെ നിന്നും ഇല്ലല്ലോ. ഇവിടെ 3 കോടിയിലെ കാര്യം പറയണ്ടു. പക്ഷെ എന്നാലും 130 കോടി ജനങ്ങൾക്ക് അപമാനമുണ്ടാക്കും, വലിയ ദുഃഖമുണ്ടാക്കും. ഇത് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടുള്ള പദ്ധതിയാണ് എന്നൊക്കെ തട്ടിവിടുകയാണ്.
ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടുള്ള പദ്ധതിയാണെങ്കിൽ ഈ 126 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്ത് ഗവൺമെന്റ് അറിയണ്ടേ? ഗവൺമെന്റ് അറിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താ? GST അടയ്ക്കാൻ പറയണ്ടേ? അപ്പൊ ഗവൺമെന്റ് അറിയാതെ പൈസ ആർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തു? അടുത്ത ചോദ്യം. ഒരു അമേരിക്കൻ കമ്പനി ഒരു ഏജന്റ് വഴിയാണ്. ആ ഏജന്റിനെ ഇപ്പൊ അവിടെ അമേരിക്കയിൽ കേസുണ്ട്. അയാൾക്കെതിരെ ഭൂലോക തട്ടിപ്പുകളുടെ കേസുണ്ട്. അങ്ങനെ ഒരു കമ്പനിക്കാണ് പൈസ കൊടുത്തതെന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹം പറയുന്നത് 300 കോടി രൂപ വരുമാനം ചെലവ് വരും, 80 കോടി രൂപ വരുമാനം. അപ്പൊ ഈ ബാക്കി 220 കോടി രൂപ എവിടെ നിന്ന് കിട്ടും? നാട്ടുകാരെ എന്ത് പിരിക്കും? അതാണ് ഉദ്ദേശം. സത്യത്തിൽ ഇതിൽ പിന്നിൽ വലിയ ബ്ലാക്ക് മണി ഇടപാടുണ്ട്. ഇവരുടെ കയ്യിലൊക്കെ പൈസ ഉണ്ടാവും, പല രീതിയിലുള്ള പൈസ ഉണ്ടാവും. ഈ പൈസ മറിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പങ്ങളിലൊന്ന് സ്പോർട്സാണ്, സിനിമയും സ്പോർട്സും. കാരണം ഞാനൊരു സിനിമ എടുത്തിട്ട് എനിക്ക് ഇത്ര കളക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വേണ്ടെന്ന് പറയാൻ പറ്റും. ഞാൻ കള്ള കണക്ഷൻ കാണിച്ചാൽ എനിക്ക് എൻ്റെ വരുമാനം ടാക്സ് കൊടുത്താൽ റെഗുലറൈസ് ചെയ്യാം. അങ്ങനെ റെഗുലറൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ സ്പോർട്സ്. അതും ചെയ്യാം. ഇപ്പോൾ ഇയാളുടെ കയ്യിൽ കാശുണ്ടാവും, പൈസ ഉണ്ടാവും, പക്ഷെ കണക്ക് കാണിക്കാൻ പറ്റില്ല. ആ കണക്ക് കാണിക്കാൻ പറ്റാത്ത പൈസ ഈ കോടി കൊടുത്തു. ഇപ്പോൾ ഈ 126 കോടി എവിടെ നിന്ന് കൊടുത്തു എന്നുള്ള ചോദ്യം നാളെ മണി ലോണ്ടറിങ് വെച്ച് ED ചോദിച്ചാൽ അത് അടുത്ത കേസാവും. അപ്പോൾ റിപ്പോർട്ടർ ചാനലിന് ഇതേ കൊടുക്കാൻ നോക്കുന്നു എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. 126 കോടി രൂപ ഞാൻ അടച്ചാൽ അത് എവിടെ നിന്ന് വന്നു എന്ന് കാണിക്കാനുള്ള ഇത് എനിക്കില്ലേ? അപ്പൊ ഇങ്ങനെ നിരവധി, മാത്രമല്ല മന്ത്രിയുടെ മെയിലുകൾ പുറത്തു വന്നപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. പക്ഷേ മന്ത്രിക്ക് അറിയാമെന്നുള്ളതല്ല, ഡിപ്പാർട്ട്മെന്റിന്റെ രേഖയിൽ അതുണ്ടോ എന്നതാണ്. അതാണ് ചോദ്യം. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഡോക്യുമെന്റ് പരിശോധിച്ചപ്പോൾ അതിൽ ഈ പറഞ്ഞ കഥയൊന്നുമില്ല. പിന്നെ പറയുന്നത് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും മറ്റേ കായിക മന്ത്രിയും കൂടി തീരുമാനിച്ചതാണെന്നാണ്. അതിനുവേണ്ടി മിനിറ്റ്സ് വേണ്ടേ? അതിനെന്തെങ്കിലും രേഖ വേണ്ടേ? അപ്പോൾ ഒരു നടപടിക്രമം ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതികളുണ്ട്, ഓരോന്നിനും നടപടിക്രമങ്ങളുണ്ട്. ആ നടപടി ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് കായിക വകുപ്പിന്റെ ഫയൽ കാണിക്കുന്നു. അതാണ് ഒരു കാര്യം. പിന്നെ ഇത് പീഡനമാണ്, ഞങ്ങളുടെ ചാനലിനെ എതിർക്കുകയാണ് സതീശൻ സർക്കാർ, ഞങ്ങൾക്കാണ് 3 മാസം കൊണ്ട് ഞങ്ങളെ ഇത്രയൊക്കെ ദ്രോഹിച്ചു, ഞങ്ങൾ ഇവരെ കൊണ്ട് ഒരുപാട് തിരുത്തിച്ചു. അതൊക്കെ അവർക്ക് അവകാശവാദം പറയാം, ഒരു കുഴപ്പമില്ല. തിരുത്തിന്നാണല്ലോ പറഞ്ഞത്. തെറ്റ് കാണിച്ചപ്പോൾ തിരുത്തിന്നല്ലേ, നല്ല കാര്യമല്ലേ? ഒരു പ്രാവശ്യം 10 വർഷത്തിനിടയിൽ പിണറായി സർക്കാരിനെ തിരുത്തിക്കാൻ റിപ്പോർട്ടറിന്റെ ഒരു പ്രാവശ്യവും വന്നിട്ടില്ല. പിണറായി സർക്കാർ തെറ്റ് ചെയ്തു എന്ന് ജനങ്ങൾ തീരുമാനിച്ചല്ലോ. ഒരു പ്രാവശ്യം പിണറായി സർക്കാർ തെറ്റ് ചെയ്തു എന്ന് പറയാത്ത ഈ റിപ്പോർട്ടർ ഇപ്പോൾ 3 മാസത്തിനകത്ത് 10 പ്രാവശ്യം തെറ്റ് ചെയ്തു സതീശൻ എന്ന് വെച്ചാൽ കുഴപ്പമില്ല. സതീശൻ തെറ്റ് ചെയ്തു, തിരുത്തിയെങ്കിൽ ഞാനതിന് സതീശന്റെ തെറ്റ് ചെയ്തെങ്കിൽ തിരുത്തണമെന്നേ. ആരാ അത് ചെയ്താൽ തിരുത്തണ്ടാത്തെ? പക്ഷേ പിണറായി സർക്കാരിന്റെ കാലത്ത് അത് വന്നില്ല. അപ്പൊ എന്തിനാണ് ഇവർ ഇത്രയും ആവേശത്തോടുകൂടി പിണറായിയെ സപ്പോർട്ട് ചെയ്തത്? ഇനിയുള്ള പ്രശ്നം ഇതൊന്നുമല്ല. ഒരുപക്ഷേ അപ്പൊ അദ്ദേഹം കേസ് കൊടുക്കാൻ പോകാന്നാണ്. വ്യാജ വാർത്തയ്ക്കെതിരെ കേസ് കൊടുക്കും, നല്ല കാര്യം. വ്യാജ വാർത്തകൾക്കെതിരെ കേസ് കൊടുത്താൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യാജ വാർത്ത ഇട്ട മാധ്യമം ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ എൻ്റെ തടിക്ക് തട്ടുമ്പോഴേ ഞാൻ കേസ് കൊടുക്കും, അതാണ് കാര്യം. അപ്പോൾ ക്രിമിനൽ കേസ്, മരമുറിയും മറ്റും അടക്കമുള്ള ക്രിമിനൽ കേസിൽ പ്രതികളാക്കപ്പെടുമ്പോൾ, ഇത് മറ്റേ തേങ്ങാമോഷണ കേസൊന്നും അല്ലല്ലോ, അങ്ങനെ പ്രതികളാക്കപ്പെടുമ്പോൾ ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നൊരാൾ പറയുന്നത് തെറ്റാണ്. ഇവിടെ ഊഹത്തിലുള്ള കേസും ഇല്ല, ഡോക്യുമെന്റ് വെച്ചുള്ള കേസാണ്. നിങ്ങൾ ദേശദ്രോഹിയാണെന്ന് പറഞ്ഞിട്ടോ അങ്ങനെയാണെങ്കിൽ തെളിയിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ദേശദ്രോഹിയാണെന്ന് എനിക്ക് അങ്ങനെയാണുള്ളത് കേന്ദ്ര സർക്കാർ കേസെടുക്കുന്നത്. ഇവിടെ അതല്ല. ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം കഴിഞ്ഞു, അതിൻ്റെ ഡോക്യുമെന്റ് വരുന്നു, അതിൻ്റെ കോപ്പി വരുന്നു, മന്ത്രി അയച്ച കത്തുകൾ വരുന്നു. ആദ്യം മന്ത്രി ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല എന്ന് പറയുന്നു, GCDA ചെയർമാൻ ഒന്നും അറിയില്ല എന്ന് പറയുന്നു, കരാറുണ്ടായിരുന്നു എന്ന് ഇവർ പറയുന്നു, കരാറുണ്ടെങ്കിൽ അത് ഡോക്യുമെന്റിൽ കാണുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി ക്രിമിനൽ സാധ്യതയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ ഒരു ചാനൽ വന്നാൽ അതിനെ സംരക്ഷിക്കേണ്ട ജോലിയൊന്നും ഗവൺമെന്റിനില്ല. അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ നടപടികളുമായി മുമ്പോട്ട് പോകണം. പലപ്പോഴും അത് വേണ്ടത്ര സ്പീഡിൽ പോകുന്നില്ല എന്നുള്ള പരാതിയാണ് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കുള്ളത്. ഉദാഹരണത്തിന് മരമുറി കേസ് എപ്പോഴേ പിടിക്കേണ്ടതാണ്. എപ്പോഴേ 300 കോടി രൂപ വരെ പിഴയിടാവുന്ന ഒരു കേസാണ്. ഈ നാട്ടിൻ്റെ മരം വെട്ടിയതാ. ഇപ്പം എങ്ങനെയൊക്കെ വെളുപ്പിച്ചാലും മരം വെട്ടി എന്നുള്ളത് സത്യം, മരം അതിനകത്ത് കേസുണ്ടെന്നുള്ളത് സത്യം. ആ കേസെങ്കിലും എടുക്കാലോ. അപ്പം ഞാൻ പറഞ്ഞത് ഇത് റിപ്പോർട്ടർ ചാനലിനെതിരായതുകൊണ്ടല്ല, ഏത് ചാനലിനാണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും ക്രിമിനൽ നിയമം ബാധകമാണ് എന്നതാണ് പ്രശ്നം.
ഇല്ലാത്ത കള്ളക്കേസ് ഉണ്ടാക്കി ഒരു ചാനലിനെയും പൂട്ടിക്കുന്നത് ശരിയല്ല. ഇപ്പോ പണ്ട് വേറെ ചില യൂട്യൂബ് ചാനലുകൾക്കെതിരെ പിണറായി വിജയൻ എടുത്ത കാര്യത്തിനോട് നമുക്ക് യാതൊരു യോജിപ്പില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പിണറായി വിജയനെ വിമർശിച്ചു അതുകൊണ്ട് ആ ചാനൽ പൂട്ടിക്കുക എന്ന് പറയുന്നതൊന്നും ശരിയല്ല. സതീശനെ വിമർശിച്ചുകൊണ്ട് ചാനൽ പൂട്ടേണ്ട കാര്യമില്ല. പക്ഷേ ചാനലിന്റെ മുതലാളി തെറ്റ് ചെയ്ത ആളാണെങ്കിലും വിമർശിക്കുന്ന ചാനലാണെങ്കിൽ കേസെടുക്കരുത് എന്ന് പറയുന്നത് ഒരു കാലത്തും നിയമപരമായ സത്യമല്ല.